welcome to my channel. I am Shafita. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എക്സലിലെ PMT ഫംഗ്ഷനെ കുറിച്ചിട്ടാണ്. ഒരു ഫിനാൻഷ്യൽ ഫംഗ്ഷൻ ആണ് PMT ഫംഗ്ഷൻ. മന്ത്ലി നമുക്ക് വരുന്ന പേയ്മെന്റ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് PMT ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോ ഒരു ബാങ്കിൽ നിന്ന് ഒരു ലോൺ എടുക്കുകയോ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരു എമൗണ്ട് നമ്മൾ ലോൺ എടുക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് EMI ആയിട്ട് പർച്ചേസ് ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൊഡക്റ്റിന്റെ മുകളിലോ അല്ലെങ്കിൽ ആ ഒരു ലോണിന്റെ മുകളിൽ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് മന്ത്ലി നമ്മൾ എത്ര രൂപ വെച്ച് അടക്കണം എന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എക്സലില് PMT ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ നമുക്കൊരു എക്സാമ്പിളിനോട് എങ്ങനെയാണ് PMT ഫംഗ്ഷൻ യൂസ് ചെയ്യാന്നുള്ളത് അപ്ലൈ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പൊ ഞാനിവിടെ ചെറിയൊരു ഡാറ്റ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഫസ്റ്റ് തന്നെ നമുക്ക് കൊടുക്കാനുള്ളത് എമൗണ്ട് ഓഫ് ലോൺ ആണ്. അപ്പൊ ലോണിന്റെ മുകളിൽ മന്ത്ലി നമ്മൾ എത്ര രൂപ അടക്കണം എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്കിനി എമൗണ്ട് ഓഫ് ലോൺ ആണ് കൊടുക്കാനുള്ളത്. ഞാൻ ഇവിടെ 2 ലക്ഷമാണ് ലോൺ ആയിട്ട് കൊടുക്കുന്നത്. 2 ലക്ഷം എന്നുള്ള ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അടുത്ത് നമുക്ക് കൊടുക്കാനുള്ളത് ഇൻട്രസ്റ്റ് റേറ്റ് ആണ്. അപ്പൊ ഇൻട്രസ്റ്റ് റേറ്റ് ഓരോ ബാങ്കിനനുസരിച്ചിട്ട് മാറുന്നുണ്ട്. ഇപ്പൊ ഒരു പേഴ്സണൽ ലോൺ ഒക്കെയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് എങ്കിൽ ഇപ്പൊ കറന്റ്ലി വരുന്ന ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് 14.5%. ഇനി ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഒരു ലോൺ എടുത്തിട്ടുള്ളതെങ്കിൽ 8%, 9% അങ്ങനെയാണ് ഇൻട്രസ്റ്റിന്റെ റേറ്റ് വരുന്നത്. അപ്പൊ ഓരോ ലോണിനനുസരിച്ചിട്ട് ഇൻട്രസ്റ്റ് റേറ്റ് മാറ്റം ഉണ്ടാവും. അപ്പൊ ഞാനിപ്പോ ഇവിടെ കൊടുക്കുന്നത് 14.5% അങ്ങനെയാണ് കൊടുക്കുന്നത്. 14% 14.5% എന്നുള്ള ഇൻട്രസ്റ്റ് റേറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ അടുത്ത് നമ്മൾ കൊടുക്കാനുള്ളത് പീരീഡ് ആണ്. ഇപ്പൊ 2 ലക്ഷമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എത്ര വർഷം കൊണ്ട് അല്ലെങ്കിൽ എത്ര മാസം കൊണ്ട് നമ്മൾ അടക്കണം എന്നുള്ളതാണ് കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ നമുക്ക് ഇയർ ആണ്, എത്ര വർഷം എന്നുള്ളതാണ് കണക്ക് വരുന്നത്. അപ്പൊ ഞാനിപ്പോ കൊടുക്കുന്നത് 3 വർഷമാണ്. 3 വർഷമാണ് നമുക്കതിൽ ബാങ്ക് പീരീഡ് തന്നിട്ടുള്ളത്. 3 എന്നുള്ള ആ ഒരു ഇയർ ആണ് ടൈപ്പ് ചെയ്യാം. അടുത്ത നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? മന്ത്ലി പേയ്മെന്റ് ഫോർ ദ ലോൺ. 2 ലക്ഷം നമ്മൾ ലോൺ എടുത്തിട്ടുണ്ട്. 14% ഇൻട്രസ്റ്റ് ഉണ്ട്. 3 വർഷമാണ് അടക്കാനുള്ള ടൈം. അങ്ങനെയാണെങ്കിൽ മാസം നമ്മൾ എത്ര രൂപ വെച്ച് ബാങ്കിലേക്ക് അടക്കേണ്ടി വരും? ഇതാണ് നമ്മുടെ ചോദ്യം. അപ്പൊ എങ്ങനെയാണ് ഇതിന് ആൻസർ കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കിക്കോളൂ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഈ ഒരു കേസിലാണ് PMT ഫംഗ്ഷൻ യൂസ് ചെയ്യാന്നുള്ളത്. അപ്പൊ ഞാനിവിടെ ഈക്വൽ PMT എന്നുള്ള ഫംഗ്ഷൻ ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഫംഗ്ഷനിൽ കൊടുക്കാനുള്ളത് റേറ്റ് ആണ്. അപ്പൊ റേറ്റ് എന്ന് പറയുന്നത് നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി 14% അപ്പൊ ഈ 14% നമ്മൾ ടൈപ്പ് ചെയ്ത ഒരു സെല്ല് സെലക്ട് ചെയ്താൽ മതി. എന്നിട്ട് ഡിവൈഡ് ചെയ്യണം. ഡിവൈഡ് 12 എന്നുള്ളത് നമ്മൾ കൊടുക്കണം. ഒരു വർഷം തന്നെ 12 മാസം വരുന്നുണ്ട്. അപ്പൊ 12 എന്നുള്ളത് നമ്മൾ കൊടുത്തു. ദെൻ അടുത്തത് കോമ കൊടുത്തു. NPER എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പീരീഡ് എന്നുള്ളതാണ്. അപ്പൊ 3 വർഷമാണ് നമുക്ക് അടക്കാനുള്ള ഒരു പീരീഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ 3 എന്നുള്ള സെല്ല് സെലക്ട് ചെയ്യാം. അതും നമ്മൾ ഇതുപോലെ ഇൻറ്റു 12 എന്നുള്ളത് കൊടുക്കണം. ഒരു വർഷം 12 മാസം എന്നുള്ളത് ഡിവൈഡ് ചെയ്യാനും ഇൻറ്റു ചെയ്യാനും വേണ്ടിയിട്ടാണ് അത് അങ്ങനെ കൊടുക്കുന്നത്. അപ്പൊ ഇൻറ്റു 12 എന്ന് കൊടുത്തു. ദെൻ കോമ. അടുത്ത് നമുക്ക് കൊടുക്കാനുള്ളത് PV എന്ന് പറഞ്ഞാല് പ്രസന്റ് വാല്യൂ ആണ്. നമ്മൾ എത്രയാണോ ലോൺ എടുത്തിട്ടുള്ള എമൗണ്ട് ആ ഒരു സെല്ല് സെലക്ട് ചെയ്യുക. എന്നിട്ട് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് നമുക്ക് എൻ്റർ ചെയ്ത് നോക്കിയാൽ ഇവിടെ ആൻസർ വന്നിട്ടുണ്ട്. ഇത് ഓൾറെഡി കറൻസി ഫോർമാറ്റിലാണ് ഈ ഒരു സെല്ല് കിടക്കുന്നത്. അതുകൊണ്ടാണ് ഡോളർ എന്നുള്ളത് വന്നിട്ടുള്ളത്. അപ്പൊ ഞാനത് കറൻസിയിൽ നിന്ന് മാറ്റുന്നുണ്ട്. നമ്പർ ആക്കിയിട്ടാണ് ഞാനിപ്പോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. 6884 രൂപയാണ് നമ്മൾ മന്ത്ലി അടക്കേണ്ട എമൗണ്ട് എന്ന് പറയുന്നത്. അപ്പോഴും ഈ ഒരു ആൻസർ ഒരു മൈനസ് ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷെ അത് മൈനസ് ഇവിടെ വന്ന് എന്നുള്ളത് ഒരിക്കലും മൈനസ് എമൗണ്ട് എന്നുള്ളതല്ല. അത് ആ ഒരു സിമ്പിൾ അവിടെ വന്നേ ഉള്ളൂ. നമുക്കിനി അത് ആ ഒരു സിമ്പിൾ അവിടെ നിന്ന് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഫംഗ്ഷൻ കൊടുത്തിട്ട് ഈക്വൽ കൊടുത്തിട്ട് അതിന് ശേഷം PMTക്ക് മുന്നേ ആയിട്ട് മൈനസ് എന്നുള്ള ഒരു സിമ്പിൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മൈനസ് ഇവിടുന്ന് പോണതായിട്ട് കാണാം. അപ്പോ 6884 രൂപ വെച്ച് നമ്മൾ മന്ത്ലി അടക്കേണ്ടി വരും. ഇങ്ങനെയാണ് നമ്മൾ PMT ഫംഗ്ഷൻ വെച്ചിട്ട് മന്ത്ലി പേയ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ എല്ലാവർക്കും ഈ ഒരു ഫംഗ്ഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യാന്നുള്ളത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിച്ചോളൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എക്സലിലെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.